നമസ്കാരം. പറക്കാൻ കഴിവുള്ള ജീവിവംശമാണ് പക്ഷികൾ. ഉഷ്ണരക്തമുള്ള ഈ ജീവികൾ മുട്ടയിട്ട് പ്രത്യുൽപാദനം നടത്തുന്നു. പക്ഷികൾ ഭൂമുഖത്ത് വിവിധ ജീവസമൂഹങ്ങൾ തമ്മിലുള്ള തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഭക്ഷ്യശൃംഖലയിൽ പക്ഷികൾക്ക് സുപ്രധാനമായ സ്ഥാനമാണുള്ളത്. പക്ഷങ്ങൾ അഥവാ ചിറകുകൾ ഉള്ളതിനാലാണ് ഇവയെ പക്ഷികൾ എന്ന് വിളിക്കുന്നത്. മുൻകാലുകളാണ് അഥവാ മുൻകൈകളാണ് ചിറകുകളായി പരിണമിച്ചിട്ടുള്ളത്. ഈ ചിറകുകൾ പക്ഷികളെ പറക്കാൻ സഹായിക്കുന്നു. എന്നാൽ പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളുമുണ്ട്. ഉദാഹരണം ഒട്ടകപ്പക്ഷി, കിവി തുടങ്ങിയവ. പെൻഗ്വിനുകളെ പോലെയുള്ള പക്ഷികൾക്ക് ചിറകുകൾ ഉപയോഗിച്ച് നീന്താൻ സാധിക്കുന്നു. നമ്മുടെ ഭൂമിയിൽ ആദ്യമായി പറന്ന ജീവിവർഗം പക്ഷികളാണോ? അല്ല, അത് പക്ഷികളല്ല. ദിനോസറുകൾ ഭൂമി അടക്കി വാണിരുന്ന കാലഘട്ടത്തിൽ ആകാശത്ത് തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഒരു കൂട്ടം ജീവികളുണ്ടായിരുന്നു. അവയാണ് ടെറോസോർ. പലപ്പോഴും ദിനോസറുകളായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ടെങ്കിലും ടെറോസോറുകൾ യഥാർത്ഥത്തിൽ ദിനോസറുകളായിരുന്നില്ല. അവ ദിനോസറുകളുടെ അടുത്ത ബന്ധുക്കളായ പറക്കാൻ കഴിവുള്ള ഉരഗങ്ങളായിരുന്നു. ട്രയാസിക് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ഉത്ഭവിച്ച് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനം വംശനാശം സംഭവിച്ചവയാണ് ടെറോസോർ. ഇവ ഭൂമിയിൽ ഏകദേശം 160 ദശലക്ഷം വർഷത്തോളം നിലനിന്നിരുന്നു. ടെറോസോറുകളുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അവയുടെ ചിറകുകളാണ്. ഇവയുടെ ചിറകുകൾ പക്ഷികളെപ്പോലെ തൂവലുകളാൽ നിർമ്മിതമായിരുന്നില്ല. പകരം കൈവിരലുകളിൽ ഒന്ന്, അതായത് 4ാമത്തെ വിരൽ, വളരെ വലുതായി വളർന്ന് ശരീരവുമായി ബന്ധിക്കുന്ന ചർമ്മസ്തരത്താൽ നിർമ്മിതമായിരുന്നു. ഈ ചർമ്മം പേശികളാലും രക്തക്കുഴലുകളാലും താങ്ങപ്പെട്ടിരുന്നു. ഇത് പറക്കുന്നതിന് ആവശ്യമായ കരുത്തും വഴക്കവും നൽകി. ടെറോസോർ വലുപ്പത്തിൽ വലിയ വൈവിധ്യം പുലർത്തിയിരുന്നു. ചിലത് ഒരു കുരുവിയോളം ചെറുതായിരുന്നുവെങ്കിൽ ചിലത് ഒരു ചെറിയ വിമാനത്തോളം വലുതായിരുന്നു. ക്വിറ്റ്സൽകോട്ട്ലസ് എന്ന ടെറോസോർ ഭൂമിയിൽ ഇന്നേ വരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പറക്കുന്ന ജീവിയായിരുന്നു. ഇതിൻ്റെ ചിറക് വിരിപ്പ് ഏകദേശം 10 മുതൽ 11 മീറ്റർ വരെയായിരുന്നു. അവയുടെ എല്ലുകൾ പൊള്ളയായതും ഭാരം കുറഞ്ഞതുമായിരുന്നു. ഇത് പറക്കുന്നതിന് അവരെ സഹായിച്ചു. പൈറ്റ്സോറുകൾക്ക് നീണ്ട കൂർത്ത കൊക്കുകളും ചിലതിന് പല്ലുകളും ഉണ്ടായിരുന്നു. അവയുടെ ആഹാര രീതിയും വ്യത്യസ്തമായിരുന്നു. മത്സ്യങ്ങൾ, ഷഡ്പദങ്ങൾ, ചെറിയ ഉരഗങ്ങൾ എന്നിവയെല്ലാം അവയുടെ ആഹാരത്തിൽ ഉൾപ്പെട്ടിരുന്നു. ടെറോസോറുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിച്ചിരുന്നു. കടൽ തീരങ്ങൾ, തടാകങ്ങൾ, നദികൾ എന്നിവിടങ്ങളിലായിരുന്നു ഇവയെ കൂടുതലായും കണ്ടുവന്നിരുന്നത്. കാരണം ഇവയുടെ പ്രധാന ആഹാരം മത്സ്യങ്ങളായിരുന്നു. ഇവയെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ടെറോസോറുകൾ ദിനോസറുകളായിരുന്നില്ല. ദിനോസറുകൾ പ്രധാനമായും കരയിൽ ജീവിച്ചിരുന്ന ഉരഗങ്ങളായിരുന്നു. ടെറോസോറുകൾക്ക് പറക്കാൻ സാധിക്കും എന്നതായിരുന്നു ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇവ രണ്ടും ആർക്കോസോർ എന്ന വിഭാഗത്തിൽപ്പെട്ട ജീവികളായിരുന്നുവെങ്കിലും വ്യത്യസ്ത ശാഖകളിലായിരുന്നു ഇവയുടെ പരിണാമം. ടെറോസോറുകൾ ഭൂമിയിലെ ആദ്യത്തെ പറക്കും കശേരുക്കളാണ്. പക്ഷികളും വവ്വാലുകളും പറക്കാൻ തുടങ്ങുന്നതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ആകാശത്ത് തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചത്. പരിണാമപരമായി പറക്കാനുള്ള കഴിവ് എങ്ങനെ വികസിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ പെറ്റ്സോറുകളുടെ ഫോസിലുകൾ നൽകുന്നു. ഈ ആകാശത്തിലെ ദിനോസർ ബന്ധുക്കൾ ഭൂമിയുടെ ചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു അധ്യായമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ
7736549234.